നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ ഓൾ ഓഫ് യു. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചില്ലി ചിക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്, അത് ക്യൂബ് ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ സവോള എടുത്തിട്ടുണ്ട്, അതും ക്യൂബിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതിലേക്ക് സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ് 3 സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കോൺഫ്ലവർ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായി എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് ചെറുതായി പച്ചമണം മാറി വരുമ്പോൾ സവാളയും പച്ചമുളകും ആഡ് ചെയ്യാം. സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തെടുത്ത സോസ് സവാളയിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ കൂടി ആഡ് ചെയ്യാം. ചില്ലി ചിക്കൻ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഫ്രൈഡ് റൈസിലേക്കൊക്കെ സൈഡ് ഡിഷായി യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.